ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച സോയ തീയൽ തയ്യാറാക്കാം. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇതാണ്. ചപ്പാത്തി, ദോശ, ഇടിയപ്പം, ഇഡ്ഡലി എന്ന് വേണ്ട എല്ലാ ഇതിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. ഇത് ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഞാൻ ഇവിടെ 1 കപ്പ് സോയ വേവിച്ചതാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് നല്ലതുപോലെ വഴന്നതിന് ശേഷം ഒരു തക്കാളിക്ക ചെറുതായിട്ട് അരിഞ്ഞിടുക. 2 പച്ചമുളക് നെടുകെ കീറി 4ആയിട്ട് കട്ട് ചെയ്ത് ഇടുക. നല്ലതുപോലെ വഴന്നതിന് ശേഷം തീ സിമ്മാക്കി തട്ടിപ്പൊത്തി മൂടി വെക്കുക. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി അത് വെന്തോളൂ. 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് 4-5 ചെറിയ ഉള്ളിയും 2 വെളുത്തുള്ളി അല്ലിയും ഇട്ട് നല്ലതുപോലെ വഴന്നതിന് ശേഷം 1/2 കപ്പ് തേങ്ങ ഇട്ട് ഹാഫ് ഫ്രൈ ആകുന്നിടം വരെ വഴറ്റുക. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ, ചെറിയൊരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ പുളി വേണമെങ്കിൽ, തക്കാളിക്കായുടെ പുളി മതിയെങ്കിൽ പുളി ഇടേണ്ട ആവശ്യമില്ല. കറിവേപ്പിലയും ചേർത്ത് നല്ലതുപോലെ വഴറ്റി ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സോയയിൽ നിന്ന് 2 തവി ഇട്ട് നല്ലതുപോലെ വഴറ്റുക. ഇത് മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചെടുത്ത് അരപ്പ് ചേർത്ത് തിളച്ച് വരുമ്പോഴത്തേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കുക. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത്